സാമ്പത്തിക തകർച്ചയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന പഴഞ്ചൊല്ലാണ് ഓർമ്മ വരിക. വായ്പകൾക്കായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഇസ്ലാമാബാദിന് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയായിരിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പുതിയ നീക്കം. പാകിസ്ഥാന് നൽകിയ 3.5 ബില്യൺ ഡോളറിന്റെ ഏകദേശം 18,500 കോടിയിലേറെ രൂപ വരും. അതിന്റെ വായ്പ ഈ മാസം തന്നെ തിരികെ നൽകണമെന്ന് അന്ത്യശാസനമാണ് ഇപ്പോൾ UAE നൽകിയിരിക്കുന്നത്. UAEയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി കടം മുഴുവനായി തിരികെ നൽകാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ഏപ്രിൽ മാസം 3 ഘട്ടങ്ങളിലായിട്ടാണ് പാകിസ്ഥാൻ UAEക്ക് പണം നൽകേണ്ടത്. ഏപ്രിൽ 11-ന് 450 മില്യൺ ഡോളർ, ഏപ്രിൽ 17-ന് 2 ബില്യൺ ഡോളർ, ഏപ്രിൽ 23-ന് 1 ബില്യൺ ഡോളർ എന്നിങ്ങനെയാണ് തിരിച്ചടവ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 8-ന് കാലാവധി തീരുന്ന 1.3 ബില്യൺ ഡോളറിന്റെ യൂറോ ബോണ്ട് തിരിച്ചടവ് കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ഒറ്റ മാസം പാകിസ്ഥാൻ കണ്ടെത്തേണ്ടത് 4.8 ബില്യൺ ഡോളർ എന്ന ഭീമൻ തുകയാണ്. പാകിസ്ഥാന്റെ ജീവൻ നിലനിർത്തുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ IMFന്റെ രക്ഷാപദ്ധതിയിൽ UAE ഒരു പ്രധാന ഗ്യാരണ്ടറാണ്. ഈ സാഹചര്യത്തിൽ വായ്പാ തുക തിരികെ ചോദിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക വെല്ലുവിളികളെ കൂടുതൽ ആഴത്തിലാക്കുകയും IMF സഹായത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്. UAE തിരികെ ചോദിച്ച ഈ 3.5 ബില്യൺ ഡോളർ കടത്തിന് വലിയൊരു ചരിത്രം കൂടിയുണ്ട്. ഇതിൽ 450 മില്യൺ ഡോളർ പാകിസ്ഥാൻ കടമെടുത്തത് 30 വർഷങ്ങൾക്ക് മുൻപ് 96-97 കാലഘട്ടത്തിലാണ്. ബാക്കിയുള്ള 2 ബില്യൺ ഡോളർ 2018-ൽ 1 വർഷത്തെ കാലാവധിയിൽ UAE നൽകിയതാണ്. എന്നാൽ പണമില്ലാത്തതിനാൽ പാകിസ്ഥാൻ ഓരോ വർഷവും ഇതിന്റെ കാലാവധി നീട്ടി ചോദിക്കുകയായിരുന്നു. നിലവിൽ പ്രതിവർഷം 130 മില്യൺ ഡോളർ പലിശ ഇനത്തിൽ മാത്രം പാകിസ്ഥാൻ UAEക്ക് നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ ആകെ വിദേശ നാണ്യ ശേഖരമായിട്ടുള്ള 16 ബില്യൺ ഡോളറിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ UAEയുടെ ഈ കടത്തുകയാണെന്നതാണ് മറ്റൊരു വിരോധാഭാസം. എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന UAE പെട്ടെന്ന് ഇത്ര കടുത്ത ഒരു തീരുമാനമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CNN ന്യൂസ് 18 റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ അടുത്തിടെ അബുദാബി സന്ദർശിച്ച വേളയിൽ UAE നേതൃത്വം കടുത്ത ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇറാൻ ഒരു കാരണവുമില്ലാതെ UAEയെ ശക്തമായി ആക്രമിച്ചിട്ടും യുദ്ധസമയത്ത് പാകിസ്ഥാൻ ഇറാനുമായി അടുപ്പം കാണിക്കുന്നതാണ് UAEയെ ചൊടിപ്പിച്ചത്. ഈ ആഴ്ചയുടെ തുടക്കം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തഹ്നൌൻ ബിൻ സായിദ് അൽ നഹ്യാനുമായും മുനീർ നടത്തിയ കൂടിക്കാഴ്ചയിൽ UAE ഈ അതൃപ്തി തുറന്നടിക്കുകയായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഐക്യദാർഢ്യത്തോടെ നിരവധി തവണ സൗദി അറേബ്യ സന്ദർശിച്ചെങ്കിലും എമിറേറ്റ്സിനോട് ആ ഒരു പിന്തുണ പ്രകടിപ്പിച്ചില്ല എന്നതും UAE നേതൃത്വത്തെ അസ്വസ്ഥരാക്കി. UAE നൽകിയ ആ താക്കീതും ആശങ്കകളും മുനീർ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ സൗദി അറേബ്യ, UAE, ഇറാൻ എന്നിവയ്ക്കിടയിലുള്ള പാകിസ്ഥാന്റെ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ, അത് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചയ്ക്ക് പുറമെ ഗൾഫിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണെന്നുണ്ടെങ്കിൽ UAEയിൽ താമസിക്കുന്ന ഏകദേശം 1.8 ദശലക്ഷം, അതായത് 18 ലക്ഷം വരുന്ന വിദേശ പാകിസ്ഥാനികളുടെ ഭാവിയും ഇതോടെ കടുത്ത അനിശ്ചിതത്വത്തിലാകുമെന്ന് പറയാതെ വയ്യ. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന് സ്വന്തം വിശ്വസ്തത നഷ്ടപ്പെടുന്നത് എത്രത്തോളം അപകടകരമാണെന്നതിന്റെ നേർചിത്രമാണിത്. ഖജനാവ് കാലിയായ പാകിസ്ഥാൻ ഈ മാസം ഈ വൻ തുക എങ്ങനെ കണ്ടെത്തുമെന്നും ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാകുമോ എന്നുമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.